പേരിൽ പ്രചരിക്കുന്ന ഡീപ് ഫേക്ക് വീഡിയോയിൽ ആരാധകർക്ക് മുന്നറിയിപ്പുമായി ക്രിക്കറ്റ് ഇതിഹാസം സച്ചിൻ ടെണ്ടുൽക്കർ. ഒരു മൊബൈൽ ഗെയിം ആപ്ലിക്കേഷനെ പിന്തുണച്ച് സച്ചിൻ സംസാരിക്കുന്ന രീതിയിലുള്ള വീഡിയോയാണ് പ്രചരിച്ചത്. തൻ്റെ മകൾ സാറ ഈ ഗെയിം ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നതായും ഇതിലൂടെ ദിനംപ്രതി 1.8 ലക്ഷം രൂപ സമ്പാദിക്കുന്നതായും ഹിന്ദി ഭാഷയിലുള്ള വീഡിയോയിൽ സച്ചിൻ പറയുന്നുണ്ട്. എന്നാൽ ഈ വീഡിയോ സൂക്ഷ്മമായി നോക്കിയാൽ താരത്തിൻ്റെ മോർഫ് ചെയ്ത ദൃശ്യങ്ങളാണെന്ന് വ്യക്തമാകും. ശബ്ദത്തിലും വ്യത്യാസമുണ്ട്. തൻ്റെ പേരിലടക്കം പ്രചരിക്കുന്ന വീഡിയോകൾ അസ്വസ്ഥമാക്കുന്നുവെന്ന് സച്ചിൻ വ്യക്തമാക്കി. ഈ വീഡിയോ വ്യാജമാണ്. സാങ്കേതിക വിദ്യയെ വ്യാപകമായി ദുരുപയോഗം ചെയ്യുന്നത് ആശങ്കപ്പെടുത്തുന്നു. ഇത്തരം വീഡിയോകൾ, പരസ്യങ്ങൾ, ആപ്പുകൾ എന്നിവയെക്കുറിച്ച് ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകണമെന്ന് സച്ചിൻ എക്സ് പ്ലാറ്റ്ഫോമിൽ കുറിച്ചു. സമൂഹ മാധ്യമങ്ങൾ ജാഗ്രത പാലിക്കുകയും പരാതികളോട് പ്രതികരിക്കുകയും ചെയ്യണം. വ്യാജ വീഡിയോകളും തെറ്റായ വിവരങ്ങളും പ്രചരിക്കുന്നത് തടയാൻ ദ്രുതഗതിയിൽ നടപടികളെടുക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. എല്ലാവരും ഇത്തരം വീഡിയോകൾ റിപ്പോർട്ട് ചെയ്യണം. സാമൂഹ്യ മാധ്യമ കമ്പനികൾ വിഷയത്തിൽ ജാഗ്രത പുലർത്തണം. ഇത് തുടരാതിരിക്കാൻ ദ്രുതഗതിയിലുള്ള നടപടിയെടുക്കണമെന്നും താരം എക്സിൽ കുറിച്ചു. സച്ചിൻ്റെ മുഖം ഉപയോഗിച്ച് പ്രചരിക്കുന്ന ഓൺലൈൻ ഗെയിമിൻ്റെ പരസ്യചിത്രവും ക്രിക്കറ്റ് ഇതിഹാസം പോസ്റ്റ് ചെയ്തു. സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രമുഖരുടെ പേരിൽ പ്രചരിക്കുന്ന ഡീപ് ഫേക്ക് വീഡിയോകൾ വലിയ വെല്ലുവിളിയായിരിക്കുകയാണ്. നടിമാരായ രശ്മിക മന്ദാന, കരീന കപൂർ, ആലിയ ഭട്ട് എന്നിവർക്ക് പിന്നാലെ ബോളിവുഡ് സുന്ദരി ഐശ്വര്യ റായ് ബച്ചൻ്റെ ഡീപ് ഫേക്ക് വീഡിയോയും സമൂഹ മാധ്യമങ്ങളിൽ സജീവമായിരുന്നു. ഇതിന് പിന്നാലെയാണ് സച്ചിൻ ടെണ്ടുൽക്കറുടെ ഡീപ് ഫേക്ക് വീഡിയോ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചത്. നേരത്തെ ഐശ്വര്യ റായിയുടെ മുഖസാദൃശ്യമുള്ള ഒരാൾ ഡാൻസ് കളിക്കുന്നതിൻ്റെ 16 സെക്കൻഡ് വീഡിയോയാണ് സമൂഹ മാധ്യമമായ ഇൻസ്റ്റഗ്രാമിലും എക്സിലും പ്രചരിച്ചത്. വ്യത്യസ്തമായ 2 വേഷങ്ങളിൽ ഐശ്വര്യ നൃത്തം വയ്ക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ എഡിറ്റ് ചെയ്ത് ഒന്നാക്കി മാറ്റിയാണ് വീഡിയോ നിർമ്മിച്ചിരിക്കുന്നത്. ഇൻസ്റ്റഗ്രാമിൽ RJ സോനു എന്ന യൂസർ 2023 നവംബർ 7 പങ്കുവച്ച വീഡിയോ ഇതിനകം 7 കോടിയിലധികം പേർ കണ്ടു കഴിഞ്ഞു. 3 ലക്ഷത്തോളം ലൈക്കും വീഡിയോയ്ക്ക് ലഭിച്ചു. ഐശ്വര്യ റായ്, സൽമാൻ ഖാൻ എന്നിങ്ങനെയുള്ള ഹാഷ്ടാഗുകളോടെയാണ് സോനുവിൻ്റെ ഇൻസ്റ്റാ പോസ്റ്റ്. ഇതേ വീഡിയോ യാസിൻ റിൻഡ് എന്ന എക്സ് യൂസറും പങ്കുവച്ചിരിക്കുന്നതായി കാണാം. വീഡിയോ യഥാർത്ഥമോ ഡീപ് ഫേക്കോ എന്ന ചോദ്യത്തോടെയാണ് ഈ ട്വീറ്റ്. 2023 ഡിസംബർ 9 ട്വീറ്റ് ചെയ്ത വീഡിയോ ഇതിനകം 5000-ഓളം പേർ കണ്ടു. അതേസമയം രാജ്യത്ത് ഡീപ് ഫേക്ക് കേസുകൾ വർദ്ധിച്ച പശ്ചാത്തലത്തിൽ നവംബർ 18 കേന്ദ്രമന്ത്രി വിവിധ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾക്ക് നോട്ടീസ് നൽകിയിരുന്നു. ഉടൻ തന്നെ ശക്തമായ നടപടികൾ സ്വീകരിക്കണമെന്ന് നിർദ്ദേശിച്ചുകൊണ്ടായിരുന്നു നോട്ടീസ്. ഡീപ് ഫേക്ക് വീഡിയോയ്ക്ക് പിന്നിലുള്ളവർ ആരാണെന്ന് തിരിച്ചറിയണമെന്നും ഡീപ് ഫേക്ക് ഉള്ളടക്കം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് നീക്കം ചെയ്യണമെന്നുമായിരുന്നു നിർദ്ദേശം. നേരത്തെ തന്റെ ഡീപ് ഫേക്ക് ചിത്രങ്ങൾ പ്രചരിപ്പിക്കുന്നവർക്കെതിരെ സാറ ടെണ്ടുൽക്കറും രംഗത്ത് വന്നിരുന്നു. എക്സിൽ ഫേക്ക് അക്കൗണ്ടുകൾ ക്രിയേറ്റ് ചെയ്താണ് വ്യാജ ചിത്രങ്ങൾ പ്രചരിപ്പിച്ചത്. ഇതിൽ പലതും വേരിഫൈഡ് ബ്ലൂ ടിക്കറ്റ് കൂടിയതാണ്. പണം കൊടുത്ത് ബ്ലൂ ടിക്ക് വാങ്ങിയാണ് വ്യാജ അക്കൗണ്ടുകൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിൽ യാഥാർത്ഥ്യമെന്ന് തോന്നിപ്പിക്കുന്ന ചിത്രങ്ങളാണ് പോസ്റ്റ് ചെയ്തിരുന്നതെന്നും സാറ പറഞ്ഞിരുന്നു. സോഷ്യൽ മീഡിയകളിൽ ഇൻസ്റ്റഗ്രാമിൽ മാത്രമാണ് തനിക്ക് അക്കൗണ്ട് ഉള്ളതെന്നും മറ്റെല്ലാം വ്യാജമാണെന്നും സാറ പറയുന്നു. സോഷ്യൽ മീഡിയ എന്നത് സന്തോഷവും സങ്കടവും നിത്യജീവിതത്തിലെ കാര്യങ്ങളെല്ലാം പങ്കുവയ്ക്കുന്നൊരു മനോഹരമായ ഇടവുമാണ്. എന്നാൽ സാങ്കേതിക വിദ്യയെ ദുരുപയോഗം ചെയ്ത് ഇന്റർനെറ്റ് വഴി യാഥാർത്ഥ്യത്തെയും സത്യത്തെയും ദുരുപയോഗം ചെയ്യുന്നത് കാണുമ്പോൾ വിഷമം തോന്നാറുണ്ട്. യാഥാർത്ഥ്യമായി ഒരു ബന്ധവുമില്ലാത്ത നിരവധി ഡീപ് ഫേക്ക് ചിത്രങ്ങൾ കാണാനിടയായെന്ന് സാറ ടെണ്ടുൽക്കർ നേരത്തെ കുറിച്ചിരുന്നു. സാറ ടെണ്ടുൽക്കർ എന്ന പേരുള്ള വ്യാജ എക്സ് അക്കൗണ്ടിലൂടെ ഞാനെന്ന വ്യാജേന ആളുകൾ തെറ്റിദ്ധരിപ്പിക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടു. എനിക്ക് എക്സിൽ അക്കൗണ്ടില്ല. ഇക്കാര്യം എക്സ് അധികൃതർ ശ്രദ്ധിക്കണമെന്നും പേജ് സസ്പെൻഡ് ചെയ്യുമെന്നും കരുതുന്നു. വ്യാജ വാർത്തകളെ വിനോദോപാധികൾ എന്ന തരത്തിൽ പ്രോത്സാഹിപ്പിക്കരുത്. യാഥാർത്ഥ്യത്തിലും വിശ്വാസത്തിലും അധിഷ്ഠിതമായ ആശയവിനിമയത്തെ നമുക്ക് പ്രോത്സാഹിപ്പിക്കാമെന്നും സാറ കുറിച്ചിരുന്നു. സാറയെ പിന്തുണച്ച് നിരവധി പേരായിരുന്നു സോഷ്യൽ മീഡിയയിൽ അഭിപ്രായങ്ങൾ പങ്കുവച്ചത്.